നമസ്കാരം. നമ്മൾ മാധവ മാമവ എന്ന കൃതിയുടെ പല്ലവി നോക്കിയിരുന്നു. ഇന്ന് നമുക്ക് അനുപല്ലവിയും ചരണവും നോക്കാം. അതിൽ അനുപല്ലവി ഇങ്ങനെ വരും. സാധുജനാധാര സർവഭൗമ സാധുജനാധാര സർവഭൗമ സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ എന്ന്. അതെങ്ങനെയാണ് നോക്കാൻ വയലിൽ. അതിൻ്റെ സ്വരം ആദ്യം നമുക്ക് നോക്കിയിട്ട് താളത്തിൽ വായിച്ചു നോക്കാം. സ എന്ന് പറയുന്നത് ഗ്ലൈഡ് ചെയ്ത് ആ സ എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ വായിച്ചാലേ അത് ഭംഗി വരുള്ളൂ. സർവഭൗമ സർവ സാസനി സസനീപ പാ നടുവല്ലോണ്ട് താടുക. സാധുജന സെക്കൻഡ് വരുന്ന സാ തർഷിക വായിച്ച കുറച്ചുകൂടെ ഭംഗിയാണ്. അത് സ തർഷിക. അടുത്തത് സാധുജനാധാര സാർവഭൗമ. അത് സെക്കൻഡ് സ്ട്രിങ്. ഫസ്റ്റ് സ്ട്രിങ്ങില് സമഗ സമഗ പ്രിയമഗ സമഗരിയമഗ സാർവഭൗമ. അങ്ങനെ അത് താളത്തിൽ വായിച്ചു നോക്കാം. അതാണ് ഫസ്റ്റ് സംഗതി. ഈ സെക്കൻഡ് സംഗതി സംഗതി കൂടെ വായിക്കാം. ഫസ്റ്റ് സംഗതി 2 3 4. സാധുജനാധാര സാർവഭൗമ സാധുജനാധാര സാർവഭൗമ. സെക്കൻഡ് സംഗതി നെക്സ്റ്റ് അടുത്ത ലൈൻ. സാധുജനാധാര സാർവഭൗമ ശ്രീധര കേശവരാധാരമണ ശ്രീധര
കേശവ രാധാരമണ. ഫസ്റ്റ് സംഗതി അടുത്ത ലൈനിലെ. പിന്നെ ഒരു സംഗതിയിലുണ്ട്, അത് പാടി തീർക്കേണ്ടത് ഇങ്ങനെയാണ്. അത് പല്ലവിലേക്ക് പോകുന്ന ലൈനാണ്. ശ്രീധര കേശവ രാധാരമണ. അങ്ങനെ പാടാം, അല്ലെങ്കിൽ ആ സംഗതി വേറൊരു രീതിയിൽ പാടാം. അതായത് ശ്രീധര കേശവ രാധാരമണ മാധവ. അങ്ങനെ എടുക്കുമ്പോഴാണ്, അങ്ങനെ ആ രീതിയിൽ വായിക്കുമ്പോഴാണ് നമുക്ക് ആ തട്ടിട്ട 3 തള്ളി വരുന്നത്. മാധവ. അങ്ങനെ. അപ്പോൾ ആ സംഗതികൾ വായിക്കാം. സ്വരം ആദ്യം സ്വരം പറഞ്ഞു നോക്കാം. ശ്രീധര ഗമപ കേശവ ഗമപ പദവ ഗമപ പദപ പദപ പമ രാധാ ഗമദപ പമഗ രമണ പഗ. അങ്ങനെ അതാണ് ഫസ്റ്റ്. സെക്കൻഡ് സംഗതി ശ്രീധര കേശവ ഗമപ പാനി പവ മമ. പമ എന്നുള്ളത് പകാന്ന് വായിച്ചാൽ മതി. പാനി പ ഗമ ഗമദ പവ മഗ ഗമദ പവ മഗ രേ ഗമ പ മഗ രേ ഗമ ഗ രേ ഗമ പ മഗ രേ ഗമ ഗ. അങ്ങനെ അത് താളത്തിൽ വെച്ച് നോക്കാം. ഗമ പ പ പ ര പ പ മഗ മ മഗ രേ ഗമ പ പ പ ര പ മ മഗ ര പ മ ഗ രേ മ ഗ ഗമ പ പ പ ര പ പ മ ഗ മ മ ഗ രേ മ ഗ. അതിന്റെ സ്വരം ഗമ പ പ പ നി പ പ മ ഗ പ പ മ ഗ രേ ഗമ പ മ ഗ രേ ഗമ ഗ. അങ്ങനെ വരും. അതാണ് അനുപല്ലവി. ചരണം 3, 4. അംബുജലോചന കംബുശുഭഗ്രീവ ബിംബാധര ചന്ദ്ര ബിംബാനന. അംബുജലോചന അങ്ങനെ സംഗതികളുണ്ട്. അതാണ് സെക്കൻഡ് സംഗതി. പാടാം. അംബുജലോചന കംബുശുഭഗ്രീവ ബിംബാധര ചന്ദ്ര ബിംബാനന. ഇനി അത് വയലിനത് വായിച്ചു നോക്കാം. അത് ഗമപ ഗമപ മഗ ലോചന ഗമപ പ ഗമപ മ ഗമപ പ പൈസ സ പ പ മ എന്നുള്ളത് ഗായിലേക്ക് ചെറുതായിട്ട് ഗ്ലൈഡ് ചെയ്താൽ മതി. ബിംബാധര ഗമ പ മഗ
ചന്ദ്ര രീ രീ ഗരി ഗരി രീ ഗായിൽ രീയിലേക്ക് ഗാ വായിച്ച് രീ ഗ്ലൈഡ് ബിംബാനന ഗരി ഗരി ബിംബ നന രീ പയ അടുത്തത് അംബുജലോചന ഗമപമഗ ഗമ ഗമപ പപ ലോചന കംബുശുഭഗ്രീവ കംബുശു ഇങ്ങനെ വായിക്കാം പനി സസ പനി സസ പനി സസനി പനി സസനി പപ ഇങ്ങനെ ബാക്കി പാടാം ഗമ പമഗ രീ 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 പഗ താളത്തിൽ വായിക്കാം Pani sani pani na pama. Exit. ബാക്കി അനുപല പോലെയാണ്, സാഹിത്യം മാത്രം വ്യത്യാസം. സാംബേയനാസഗ്ര രത്നസുമൗക്തിക സാംബേയനാസഗ്ര രത്നസുമൗക്തിക ശാരദ ചന്ദ്ര ജനിത മദന ശാരദ ചന്ദ്ര ജനിത മദന. ഇങ്ങനെയാണ് ബാക്കി. അത് ആ പല്ലവിയിലേക്ക് പോകാനുള്ള കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. ശാരദ ഗമ പപ ഗമ പപ പാനിനി പപമ നീത മദ ഗമദ പവമയ. ക്ലാസ്സിൽ വായിക്കാം. ചരണത്തിൽ സ്വരം ഒരുപോലെയൊക്കെ വരുന്നെങ്കിലും ചില സാഹിത്യത്തിന്റെ പ്രയോഗത്തിലും ബോയിങ്ങിലും വ്യത്യാസം വരും. അതായത് ശാംബേയനാസാഗ്ര രത്നസൂട്ട്, അത് ബോയിട്ട് തന്നെ പസ്സസ എന്ന് വായിക്കണം. പസ്സസ പനിതൈ പപ പപഗ രത്നസുമൗക്തിക ശാരദ ചന്ദ്ര ജനിത മദന. ശാരദ ചന്ദ്ര ജ ഗമ പപ പനി പപമ നീല മദ
ജനിത മദന. അങ്ങനെ വരും. അപ്പോൾ 2 3 4 സാംബിയനാസഗ രത്നസുമൗക്തിക സാംബിയനാസഗ രത്നസുമൗക്തിക സാംബിയനാസഗ രത്നസുമൗക്തിക ശാരദ ചന്ദ്ര ജനിത മദന. ശാരദ ചന്ദ്ര ജനിത മദന മമ മഗരി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അതനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻസൊക്കെ ഞാൻ കമൻ്റായിട്ടും അല്ലാതെ മറ്റ് സെഷൻസിലൊക്കെ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.